പ്രമേഹം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് കണ്ണ്, വൃക്ക, ഞരമ്പുകൾ, ഹൃദയം, ഇതിനെല്ലാം തന്നെ പ്രമേഹം ബാധിക്കും. ഇപ്പം ഹൃദയത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ എന്താ പറയുക ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അങ്ങനെ അത് വരാൻ പ്രമേഹം ഒരു വലിയ കാരണമാണ്. അപ്പോൾ അത് രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ ആ രക്തോട്ടം നിന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വൃക്കകൾക്കും എല്ലാം ഒരു സർക്കുലേറ്ററി ഡിസോർഡറാണ് പ്രമേഹം. അപ്പം ഈ എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന്, അതായത് നമ്മളുടെ രക്തത്തിൽ പഞ്ചസാര കൂടുമ്പോൾ, അതായത് പ്രമേഹം കൂടുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ സാന്ദ്രത കൂടും. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യത പ്രമേഹം ഇല്ലാത്തവരെക്കാട്ടും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വൃക്കയിലാണെങ്കിൽ നെഫ്രോപ്പതി ഉണ്ടാക്കും. അത് പ്രമേഹം നിയന്ത്രിച്ചു പോയില്ലെങ്കിൽ കണ്ണിലാണെങ്കിൽ റെറ്റിനോപ്പതി, അതുപോലെ നമ്മളുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അല്ലാതെ കാലിൽ കയ്യിലൊക്കെയുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് പെരിഫറൽ വാസ്കുലർ ഡിസീസ്. പിന്നെ നമ്മളുടെ ഞരമ്പുകളുടെ ആ ഒരു മൈലിൻ കവറിങ്ങിനെ ഈ പ്രമേഹം കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഡയബറ്റിക് ന്യൂറോപ്പതി, അങ്ങനെ എല്ലാ അവയവങ്ങളെയും പ്രമേഹം ബാധിക്കും.